നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് IIM-ൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ശമ്പളം 2 ലക്ഷം രൂപ വരെയുണ്ട്. IIM കോഴിക്കോട് 17 പുതിയ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇതിനായി ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ചീഫ് മാനേജർ, ജൂനിയർ എഞ്ചിനീയർ എന്നിവയുൾപ്പെടെ വിവിധ തസ്തികകളിലേക്കാണ് നിയമനം. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് IIM കോഴിക്കോടിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 12 അപേക്ഷയുടെ പ്രിന്റൌട്ട് ലഭിക്കേണ്ട അവസാന തീയതി ജനുവരി 21 ബുധനാഴ്ച വൈകുന്നേരം 5:30 മണി വരെ. ചീഫ് മാനേജർ ഇൻഫ്രാസ്ട്രക്ചർ 1 ഒഴിവാണുള്ളത്. മാനേജർ 1 ഒഴിവ്. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 3 ഒഴിവ്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 2 ഒഴിവ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 1 ഒഴിവ്. അസിസ്റ്റന്റ് 5 ഒഴിവുകൾ. അക്കൗണ്ടന്റ് 1 ഒഴിവ്. ജൂനിയർ അസിസ്റ്റന്റ് 2, ജൂനിയർ അക്കൗണ്ടന്റ് 1 എന്നിങ്ങനെയാണ് ഓരോ വിഭാഗത്തിലെയും ഒഴിവുകൾ വന്നിട്ടുള്ളത്. ചീഫ് മാനേജർ ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയ്ക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ME അല്ലെങ്കിൽ MTech ബിരുദമാണ് ആവശ്യം. CAD, CAM, ഓട്ടോമേറ്റഡ് പ്രോജക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളിൽ പരിചയം ആവശ്യമാണ്. 15 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യമുള്ളത്. മാനേജർ തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. 12 വർഷത്തെ ഭരണപരമായ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ് എന്നീ തസ്തികകൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതത് ശമ്പള നിലകളിലെ ഭരണപരമോ ക്ലറിക്കൽ പരമോ ആയ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ജൂനിയർ എഞ്ചിനീയർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയും 8 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ BE BTech ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അനിവാര്യമാണ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ്, ഡോക്യുമെന്റേഷൻ സയൻസിൽ ബിരുദവും 6 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികകളിലേക്ക് BCom, ഇന്റർ CA, ഇന്റർ ICWA യോഗ്യതയും യഥാക്രമം 6 മുതൽ അല്ലെങ്കിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ആവശ്യമായ യോഗ്യത. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അക്കാദമിക് സ്ഥാപനങ്ങളിലോ ഉള്ള ഭരണപരമായ ഒഫീഷ്യൽ ക്ലർക്ക് കാര്യങ്ങളിലെ പരിചയത്തെയാണ് ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ്, ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം എന്നിവ പ്രവൃത്തി പരിചയമായി കണക്കാക്കുന്നതല്ല. ശമ്പള ഘടന തസ്തികകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചീഫ് മാനേജർക്ക് ലെവൽ 13 ആണ്. 2,25,000 രൂപ വരെ പ്രതിമാസം ഏകദേശം ലഭിക്കുന്നതാണ്. മാനേജർക്ക് ലെവൽ 10 ആണ്. ഏകദേശം 1 ലക്ഷം രൂപയും. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ലെവൽ 7 ആണ്. ഏകദേശം 77,000 രൂപയും പ്രതിമാസം മൊത്ത ശമ്പളമായി ലഭിക്കുന്നതാണ്. ജൂനിയർ എഞ്ചിനീയർ, ലൈബ്രറി അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ് എന്നിവർക്ക് ലെവൽ 6 ഏകദേശം 62,000 രൂപയും. ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് എന്നിവർക്ക് ലെവൽ 4 ഏകദേശം 45,000 രൂപയും പ്രതിമാസം മൊത്ത ശമ്പളമായി ലഭിക്കും. പ്രായപരിധി 2026 ജനുവരി 12 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ചീഫ് മാനേജർക്ക് പരമാവധി 50 വയസ്സും മാനേജർക്ക് 45 വയസ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് 40 വയസ്സ്, OBC NCL വിഭാഗക്കാർക്ക് 43 വയസ്സ്, ജൂനിയർ എഞ്ചിനീയർ, ലൈബ്രറി അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് എന്നിവർക്ക് 35 വയസ്സ് എന്നിവയാണ് പരമാവധി പ്രായപരിധി. അസിസ്റ്റന്റ് തസ്തികയ്ക്ക് പരമാവധി 35 വയസ്സ്, OBC NCL വിഭാഗക്കാർക്ക് 38 വയസ്സ്, SC വിഭാഗക്കാർക്ക് 40 വയസ്സ്. ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയ്ക്ക് പരമാവധി 35 വയസ്സ്, ST വിഭാഗക്കാർക്ക് 40 വയസ്സ് എന്നിങ്ങനെയാണ് പ്രായപരിധി. മുൻ സൈനികർക്കും ഭിന്നശേഷിക്കാർക്കും സർക്കാർ ചട്ടങ്ങൾ പ്രകാരം പ്രായത്തിൽ ഇളവുകൾ ലഭിക്കും. IIM കോഴിക്കോടിലെ സ്ഥിരം ജീവനക്കാർക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. അപേക്ഷാ ഫീസ് 118 രൂപയാണ്, GST ഉൾപ്പെടെ. ഇത് ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം വഴിയാണ് അയക്കേണ്ടത്. SC ST ഭിന്നശേഷിക്കാർ, വനിതകൾ, IIM കോഴിക്കോടിലെ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓരോ തസ്തികയ്ക്കും വെവ്വേറെ ഫീസ് അടയ്ക്കണം. അടച്ച ഫീസ് ഒരു കാരണവശാലും തിരികെ ലഭിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ തസ്തികകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ചീഫ് മാനേജർ, മാനേജർ എന്നീ തസ്തികകളിലേക്ക് IIM കോഴിക്കോട് ക്യാമ്പസിൽ വെച്ച് നടത്തുന്ന അഭിമുഖം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ജൂനിയർ എഞ്ചിനീയർ, ലൈബ്രറി അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് എന്നീ തസ്തികകളിലേക്ക് എഴുത്തു പരീക്ഷ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അടിസ്ഥാന യോഗ്യതകൾക്കപ്പുറം തെരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവകാശമുണ്ട്. യോഗ്യരായവരെ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ക്ഷണിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി സർട്ടിഫിക്കറ്റ് പരിശോധനയും നടത്തും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് IIM കോഴിക്കോട് പ്രധാന ക്യാമ്പസിലോ കൊച്ചി ക്യാമ്പസിലോ നിയമനം ലഭിക്കാം.
സമഗ്രമല്ലാത്ത അപേക്ഷകൾ, ഒപ്പിടാത്ത അപേക്ഷകൾ, ആവശ്യമായ രേഖകൾ ഇല്ലാത്ത അപേക്ഷകൾ എന്നിവ യാതൊരു അറിയിപ്പും കൂടാതെ തള്ളിക്കളയും. നിലവിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രോപ്പർ ചാനൽ വഴി അപേക്ഷ സമർപ്പിക്കുകയോ എഴുത്തു പരീക്ഷയ്ക്കോ അഭിമുഖത്തിനോ ഹാജരാകുമ്പോൾ NOC ഹാജരാക്കുകയോ ചെയ്യണം. നിയമനത്തിന് ശേഷം ആദ്യ 3 വർഷത്തേക്ക് മറ്റു ജോലികൾക്ക് അപേക്ഷിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒപ്പിടുകയും പ്രായം, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, ശമ്പള രേഖകൾ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, വിജിലൻസ് ക്ലിയറൻസ് തുടങ്ങിയ എല്ലാ ബന്ധപ്പെട്ട രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അതോടൊപ്പം വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. പൂർണ്ണമായ അപേക്ഷയുടെ ഹാർഡ് കോപ്പി സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, കൊറിയർ വഴി HR ഇൻചാർജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, കോഴിക്കോട്, IIM കോഴിക്കോട് ക്യാമ്പസ്, പോസ്റ്റ് കോഴിക്കോട്, കേരള 673570 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് അത് എഴുതേണ്ടതുണ്ട്. പോസ്റ്റിൻ്റെ കോഡും എഴുതണം. കൂടുതൽ വിവരങ്ങൾക്കായി IIM കോഴിക്കോടിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.